അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, ആരാണ് അള്ളാഹു? അള്ളാഹുവിനെ സംബന്ധിച്ച് അവനെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ, അവനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, അതിന് കാരണം അവർ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു എന്ന് പറഞ്ഞ ഒരു കുലദൈവമായി, മുസ്ലിങ്ങളുടെ ഒരു ദൈവമായി, ഒരു കുലദൈവമായി മാത്രം കാണുന്ന നമ്മുടെ സഹോദര സമുദായങ്ങളുണ്ട്, ചുറ്റുപാടുകളിലുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു അക്ബർ എന്ന ബാങ്ക് കേൾക്കുമ്പോൾ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് മുസ്ലിങ്ങളുടെ ഒരു കുലദൈവമാണോ, അതല്ല അത് മനുഷ്യരാശിയുടെ മുഴുവൻ ദൈവമാണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു തെറ്റിദ്ധാരണ മാറും. അതുകൊണ്ട് അള്ളാഹു ആരാണ് എന്ന് അള്ളാഹു അവന്റെ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് സുമറിന്റെ 39-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസ് ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുസ്റഫൂൻ. അല്ലാഹു പറയാണ്, നിങ്ങളുടെ മാതാവിൻ്റെ ഉദരങ്ങളിൽ, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിലെ നിങ്ങളെ അവൻ സൃഷ്ടിക്കുന്നു. ഓരോ ഘട്ടം ഘട്ടമായിക്കൊണ്ട് 3 ഇരുട്ടറകൾക്കുള്ളിൽ നിങ്ങളെ സുരക്ഷിതമായി സൃഷ്ടിച്ചവൻ ആരാണോ, ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. നിങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ, അത് ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും മതത്തിൽപ്പെടാത്തവനാണെങ്കിലും ഓരോ മാതാവിൻ്റെയും ഉദരങ്ങളിൽ അവൻ താമസിക്കുമ്പോൾ അവന് വേണ്ടിയുള്ള എല്ലാം ഒരുക്കി കൊടുത്ത, ആ ഗർഭപാത്രം ഒരു സുരക്ഷിത കവചമായി ഒരുക്കി കൊടുത്ത ആ പടച്ച തമ്പുരാൻ, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ലഹുൽ മുൽക്ക്, അവനാണ് ആധിപത്യം. ആ കുട്ടി പുറത്തേക്ക് വീണാൽ, ഈ ഭൂമിയിലേക്ക് ഞാനും നിങ്ങളും പിറന്നു വീണാൽ, ഈ ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന റബ്ബുണ്ടല്ലോ, ആ പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ സർവേശ്വരനുണ്ടല്ലോ, ആ യഹോവയുണ്ടല്ലോ, ആ റബ്ബ് അവനാണ് ആരാധനക്കർഹനായിട്ടുള്ളത്, അവനാണ് ആധിപത്യമുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഇനിയുള്ള ആവശ്യങ്ങളും ആവലാദികളും എല്ലാം ആ റബ്ബിനോടാണ് നിങ്ങൾ പറയേണ്ടത്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ വേറൊരു ആരാധ്യനുമില്ല കേട്ടോ. ഏതെങ്കിലും മരിച്ചുപോയവരോടോ ഏതെങ്കിലും വിഗ്രഹങ്ങളോടോ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ സർവേശ്വരൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യഹോവ എന്ന് പറഞ്ഞാൽ, അതെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിൽ ഏകനായ സൃഷ്ടാവിനെയാണോ നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഫഅന്നാ തുസ്റഫൂൻ. എന്നിട്ടും എന്തേ നിങ്ങൾ ആ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്? ഈ യാഥാർത്ഥ്യം അറിയാമെങ്കിൽ, നിങ്ങളുടെ ഗർഭപാത്രത്തിൽ, നിങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിങ്ങൾക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് നിങ്ങളുടെ ഈ സർവേശ്വരനാണെങ്കിൽ, നിങ്ങൾ അവിടെ വച്ച് ഒരാളെയും, ഇന്ന് ഭൂമിയിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളെയും അല്ലല്ലോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ അവിടെ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ഒരുക്കി തന്നത്. അതുകൊണ്ട് ആ റബ്ബിനെയല്ലേ, ആ സൃഷ്ടാവിനെയല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്. അതിന് പകരം ആ സത്യത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് വ്യതിചലിച്ചു പോകുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് ആ ചോദ്യം, അള്ളാഹു അല്ലാത്തവരെ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും, അത് വിഗ്രഹങ്ങളോടാകാം, മരിച്ചുപോയവരോടാകാം, അത് ഏതു മതത്തിൽപ്പെട്ടവരാണെങ്കിലും അത് വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും പ്രാർത്ഥിച്ചാൽ അത് ഇസ്ലാമിക വിരുദ്ധമാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നബിയുടെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് ആ പറയുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ചെല്ലുന്ന മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്ന കൃതി, ഈ മങ്കൂസ് മൗലൂദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് തങ്ങളുടെ പ്രയാസങ്ങൾ നബിയോട്, മരിച്ചുപോയ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് ആ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുന്നത്. നിങ്ങൾ നോക്കണം, ഖദ് ഹല്ലബി മാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫസ്ഇദി. കേട്ടോ, അതിൽ പറയാണ്, എന്താ പറയുന്നത്? നബിയെ, താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ എനിക്ക് ബാധിച്ച ഉപദ്രവങ്ങൾ, എൻ്റെ ജീവിതത്തിലുണ്ടായ ഉപദ്രവങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ ദുർബലതകൾ, എന്നോടുള്ള അനീതികൾ, അതെല്ലാം താങ്കൾക്കറിയാമല്ലോ. അതുകൊണ്ട് താങ്കൾ എന്നെ സഹായിക്കണേ എന്ന്, എൻ്റെ പ്രയാസങ്ങളിൽ താങ്കൾ എന്നെ സഹായിക്കണേ എന്ന് മരിച്ചുപോയ നബിയോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, ഖുർആൻ പഠിപ്പിച്ചതല്ല, നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചതല്ല. മറിച്ച് മുഹമ്മദ് നബി പറഞ്ഞത്, നിങ്ങളുടെ ദുർബലതകളിലും പ്രയാസങ്ങളിലുമെല്ലാം
അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ് നമ്മുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ പുറകെ പോകാതെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗം പിൻപറ്റിക്കൊണ്ട് ആ പ്രവാചകനെ അനുധാവനം ചെയ്യലാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളെല്ലാം പ്രവാചക വിരുദ്ധമാണ് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പഠിപ്പിക്കാത്ത ആശയമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.